നമ്മൾ ഡൽഹിയിലെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടാക്സി കിട്ടിയില്ല, അപ്പോൾ ടാക്സി എടുത്തില്ല, നമ്മൾ ബസ് എടുത്തു. ഇപ്പോൾ 1 hour ഉണ്ട്. നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ലേഡീസിന് ഡൽഹിയിലെ എല്ലാ ബസ്സിലും ഫ്രീ ആണ്. ജെൻസിന് നമുക്ക് 2 പേർക്ക് 25 rupees വീതം. ഇങ്ങനെയാണ് ടിക്കറ്റ് വരുന്നത്. 25 rupees വീതം, അങ്ങനെ 50 rupees ആണ് ടിക്കറ്റ് വന്നിരിക്കുന്നത്. ബസ്സിൽ ഹീറ്റർ ഉണ്ട്, അതുകൊണ്ട് ചൂടില്ല, തണുപ്പില്ല. ഓക്കെ, ബസ്സിൽ ഹീറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് തണുപ്പില്ല. വണ്ടിയിൽ വലിയ തിരക്കുമില്ല, സേഫായിട്ട് പോകാൻ പറ്റും. നമ്മൾ നേരെ പോകുന്നത് ഇനി ഡൽഹി ഗേറ്റിന്റെ അടുത്തേക്കാണ് പോകുന്നത്. നമ്മൾ കുത്തബിനാറിന്റെ അടുത്ത് നിന്ന് ഡൽഹി ഗേറ്റിന് അടുത്ത് ഏകദേശം 1 hour എടുക്കുമെന്നാണ് തോന്നുന്നത്. ഡൽഹിയിലെ ബസ്സൊക്കെ സൂപ്പർ ബസ്സാണ്, ഫുൾ ഇലക്ട്രിക്, നല്ല ഹീറ്ററൊക്കെ ഉള്ള, നല്ല വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ്സാണ്. നമ്മുടെ നാട്ടിലുള്ള ബസ്സിനേക്കാളും കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ്സാണ്. പിന്നെ നല്ല ഫുൾ ഗ്ലാസ് ആണ്, അപ്പൊ നമുക്ക് ഇതിന്റെ കാഴ്ചകളൊക്കെ കണ്ടുപോകാനും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബസ് ഉണ്ട്. നമ്മൾ ഡൽഹി ജുമാ മസ്ജിദ് സ്ട്രീറ്റിന്റെ ഓപ്പോസിറ്റുള്ള സ്ട്രീറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റുള്ള സ്ട്രീറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ നല്ല തിരക്കാണ്. നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാണ്, ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്. സോ വീഡിയോ ഫുള്ള് കാണുക, ബാക്കി നമുക്ക് നോക്കാം. നമ്മൾ ഡൽഹി ജുമാ മസ്ജിദിന്റെ അടുത്തുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹാജി മുഹമ്മദ് ഹുസൈൻ ചിക്കൻ ആൻഡ് ഫിഷ് ഫ്രൈ അവിടെയാണ് വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ പുള്ളി. ഓക്കെ, ഇവിടെ ഇരിക്കുന്നതാണ് നമ്മുടെ ആള്. വീഡിയോ എടുത്തോ? വലിയ ഫേമസ് ആണ്.
ആരോട്? Ma. Roko right there. Right, right. ഇവരെ ഫോൺ അടിച്ചോണ്ട് പോകല്ലേ? അല്ലെ 100 പറക്കണല്ലോ. നമ്മൾ എത്തുമ്പോ ട്രെയിൻ വരും. പറ്റിയെടുക്കാൻ സമയം കിട്ടൂലേ? പറ്റിയെടുക്കാൻ സമയം കിട്ടൂലേ? പറ്റിയെടുക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു, ട്രെയിൻ ഇൻ കേസ് വരുവാണെങ്കിൽ നിങ്ങളൊന്ന് കയറിക്കോ. ഓക്കെ, ഞാൻ വെട്ടെടുത്തിട്ട് പറഞ്ഞാൽ വരും. ഹലോ ഹലോ, ഒത്തങ്ങ് പോയാൽ മതി കേട്ടാ. ഹലോ, ഒത്തു പോയാൽ 4 വണ്ടിക്കൂലി എടുക്കേണ്ടിയില്ല. ഞാൻ മാത്രം കള്ളോട്ട് കയറിട്ടല്ലേ കോരി. ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. മിക്കവാറും ഈ പാട്ടിന് എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. കോപ്പിറൈറ്റ് അടിക്കുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ ആരും കാണൂല. മ്യൂട്ട് ചെയ്ത് എന്റെ വോയിസ് പോകില്ലേ?
നമ്മള് രണ്ട് സ്ഥലത്ത് കയറി രണ്ട് ഫുഡ് കഴിച്ചു. രണ്ടല്ല, കുറെ ഫുഡ് കഴിച്ചു, എല്ലാം കൊള്ളായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ട്രെയിൻ 10 മണിക്ക് വരും. യോഗ എക്സ്പ്രസ് ആണ്. 10 മണിക്ക് ട്രെയിൻ വരും. നമ്മൾ നടന്നാലൊക്കെ എത്തില്ല, അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത്. നമ്മുടെ ട്രെയിൻ 10 മണിക്ക് വരും. നമ്മൾ രാവിലെ ക്ലോക്ക് റൂമിൽ സാധനങ്ങൾ വെച്ചിരുന്നു, ലഗേജ് വെച്ചിരുന്നു. അപ്പോൾ അതെടുക്കാനായിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ ക്ലോക്ക് റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ലഗേജ് വെക്കണം. ട്രെയിൻ 10 മണിക്ക് വരും. ഇപ്പോൾ ടൈം 9:32 ആയിട്ടുണ്ട്. 10:25 ട്രെയിൻ ഇവിടെ നിന്ന് പോകുന്നത്. യോഗ എക്സ്പ്രസ് നേരെ അജ്മീറിലേക്ക്. S1 സ്ലീപ്പറിലാണ് നമുക്ക് പോകാനായിട്ടുള്ളത്. നമുക്ക് നേരെ അജ്മീർ, രാവിലെ ആയിരിക്കും അജ്മീർ എത്തുന്നത്. അജ്മീറിൽ നിന്ന് പിന്നെ നാളെ ഫുൾ അജ്മീർ കണ്ടിട്ട് നാളെ ഈവനിങ് അജ്മീറിൽ നിന്ന് നമ്മൾ തിരിച്ച് ചെന്നൈയിലേക്കാണ് പോകുന്നത്. നമ്മൾ രാമേശ്വരം എക്സ്പ്രസ്സിലാണ്, രാമേശ്വരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് ചെന്നൈയിലേക്ക്. ചെന്നൈ ചെന്ന് ഒരു ദിവസം ചെന്നൈ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നിർത്തിക്കൊണ്ടിരിക്കും. നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ കാണാം, നമുക്ക് S1 ആണ്. അപ്പോൾ നമ്മൾ S1 നിൽക്കുന്നത്. ഫുഡെല്ലാം കഴിച്ചു, ഇനി കയറുക. അതെല്ലാം ഈ ജാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് മാറ്റി വെച്ചിട്ട് ഒന്ന് കിടന്ന് ഒറ്റ ഉറങ്ങുമ്പോൾ അജ്മീർ. ഓക്കെ, അപ്പോൾ നമ്മൾ യോഗ എക്സ്പ്രസ് കയറി. 10 മണിക്കാണ് കയറിയത്. 10:30 ട്രെയിൻ എടുത്തു. രാവിലെ 5:30 നമുക്ക് അജ്മീർ എത്തും. അപ്പോൾ നമ്മളെല്ലാവരും കയറി കിടന്നു. ഇവിടെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ. അതുകൊണ്ടാണ് കയറിയ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാനേ. അപ്പോൾ ഇനി നാളെ രാവിലെ നമ്മൾ അജ്മീർ എത്തും. നാളെ ഈവനിങ് നമ്മൾ അജ്മീറിൽ നിന്ന് രാമേശ്വരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. നാളെ അജ്മീറും ചെന്നൈയിലേക്ക് 2 ദിവസം കാണും. 1.5 ദിവസത്തെ യാത്രയുണ്ട്. ചെന്നൈയിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇനി നാട്ടിലേക്ക് പോകുന്നത്. സോ ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി കിടന്ന് ഉറങ്ങണം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ ഇനി കിടന്ന് ഉറങ്ങാനാണ് പ്ലാൻ. ഇനി കിടന്ന് ഉറങ്ങി നാളെ രാവിലെ നേരെ അജ്മീർ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോസ് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.